ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ ശ്രീരാമ സീതാ തത്വങ്ങളെ ഹനുമാനു വേണ്ടി സീതാദേവി പറയുന്ന ഭാഗമാണ്. ഏകവും അദ്വിതീയവുമായ പരമാത്മാവ് രാമൻ, ആ പരമാത്മാവിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷമാണ് സീത, പ്രകൃതി. ഈ ഒരു മൂലതത്വം ഉപദേശിച്ച ശേഷം മായികമായുള്ള നാമരൂപ ഭാവഭേദങ്ങളെ വർണ്ണിക്കുകയാണ്. താത്പര്യം അത്തരം നാമരൂപ ഭാവഭേദങ്ങളോടൊത്ത പ്രകടനമാണ് ശ്രീരാമനായിട്ട് വന്നിട്ടുള്ളത്. അവിടെ ശ്രീരാമൻ എന്ന് മാത്രമല്ല, എല്ലാ ദേവതാഭാവങ്ങളും അതുതന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന ഏത് ഈശ്വരഭാവമാണെങ്കിലും അതെല്ലാം ഏകനായ അദ്വിതീയനായ പരമാത്മാവ് തന്നെയാണ്. ഈ ഒരു തത്വമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു വ്യാവഹാരിക തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് രാമചരിതത്തെ സംക്ഷേപിച്ച് പറയുകയാണ് ഇവിടെ സീതാദേവി ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണ്. ഇതുപോലെ സംക്ഷേപിച്ച് രാമചരിതം വാൽമീകീയ രാമായണത്തിൽ പ്രാരംഭത്തിൽ തന്നെ ഉപദേശിക്കപ്പെടുന്നത് നമുക്ക് കാണാം. പക്ഷെ അവിടെ ഉപദേശിക്കുന്നത് നാരദ മഹർഷിയാണ്, ഉപദേശിക്കപ്പെടുന്നതാകട്ടെ വാൽമീകി മഹർഷിക്കാണ്. ഇവിടെ അങ്ങേയറ്റം ജിജ്ഞാസുവായിട്ടുള്ള ഹനുമാന് സീതാദേവി ഉപദേശിക്കുകയാണ്. രണ്ട് വിധത്തിലായാലും രാമായണത്തിൽ വിസ്തരിക്കാൻ പോകുന്ന ചരിതത്തെ സംക്ഷേപിച്ച് ആരംഭത്തിൽ തന്നെ പറയുക എന്നുള്ളത് വാൽമീകീയത്തിലും അധ്യാത്മത്തിലും ഒരുപോലെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്ത് സവിശേഷത? സവിശേഷത വാൽമീകീയത്തിൽ നമ്മൾ കാണുന്ന സംക്ഷിപ്തമായ രാമചരിതം കേവലം ധർമ്മവ്യാഖ്യാനാർത്ഥമാണ്. എന്നാൽ ഇവിടെയാകട്ടെ വേദാന്ത തത്വപ്രതിപാദനത്തിനാണ്. കാരണം ഇതെല്ലാം കേവലം വ്യാവഹാരികമാണെന്നും സത്യമായിട്ടുള്ളത് രാമതത്വമാണെന്നും ആണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് അധ്യാത്മരാമായണമായത്. ആത്മാവിനെ അധികരിച്ചുള്ള രാമായണം, പരമാത്മതത്വത്തെ ഉപദേശിക്കുന്ന രാമായണം, അതാണ് അധ്യാത്മരാമായണം. അങ്ങനെ സംക്ഷേപിച്ച് പറയുകയാണ്, അയോധ്യയിൽ ജനിച്ചതും അസുര നിഗ്രഹം ചെയ്തതും യാഗരക്ഷ ചെയ്തതും സീതയെ പാണിഗ്രഹണം ചെയ്തതും അതിനു മുൻപായിട്ട് അഹല്യാശാപമോചനം നൽകിയതുമൊക്കെ ആയിട്ടുള്ള രാമായണ പ്രസിദ്ധങ്ങളായ വൃത്താന്തങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ്. തുടർന്ന് വിവാഹാനന്തരം 12 വർഷം അയോധ്യയിൽ പത്നി സമേതനായി ശ്രീരാമൻ കഴിഞ്ഞതും, തുടർന്ന് താതൻ ദശരഥ മഹാരാജാവ് യുവരാജാവായി രാമനെ അഭിഷേകം ചെയ്യാൻ നിശ്ചയിക്കുന്നതും അതിന് തടസ്സം നേരിടുന്നതും, തുടർന്ന് കൈകേയിയുടെ പ്രവർത്തന ഫലമായിട്ട് അഭിഷേകം മുടങ്ങി വനവാസത്തിന് പോകേണ്ടി വന്നു. അങ്ങനെ തുടക്കത്തിൽ ചിത്രകൂടത്തെ ആശ്രയിച്ച് ശ്രീരാമനും മറ്റും കഴിയുന്ന സ്ഥിതിയും, ആ സമയത്ത് ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗ വൃത്താന്തം ശ്രവിക്കുന്നതും ഉദകക്രിയകൾ ചെയ്യുന്നതും ഇതൊക്കെ ഈ മായികമായ
നാമരൂപഭാവങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന തലത്തിൽ മാത്രമാണ്. അത്രയുമാണോ? അല്ല. തുടർന്നും സംക്ഷേപിച്ച് രാമചരിതത്തിലെ പ്രധാനപ്പെട്ട ഗതികളെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. നോക്കൂ. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെയൊടുക്കുവാൻ. അവിടെ തുടർന്നുള്ള വൃത്താന്തങ്ങൾ ഭരതന് രാജ്യമേൽപ്പിച്ചു. ഭരതന് രാജ്യമേൽപ്പിച്ചത് ആര്? ദശരഥനല്ലേ? അതെ. കൈകേയിയല്ലേ? അതെ. എന്നാൽ കുലധർമ്മമനുസരിച്ച് രാമനിലാണ് രാജാധികാരം എന്ന് മനസ്സിലാക്കിയ ഭരതൻ ഒരു പ്രകാരത്തിലും അതൊന്നും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ മാതൃദത്തമോ പിതൃദത്തമോ ആയ രാജപദവിയെ സ്വീകരിക്കാത്തത് കൊണ്ടാണല്ലോ ഭരതൻ രാജാവായി രാമനെ അഭിഷേകം ചെയ്യാൻ വനത്തിലേക്ക് പോയത് സാമഗ്രികളോടുകൂടി. പക്ഷേ കാര്യകാരണ സഹിതം രാമൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ, വേറെ ഗത്യന്തരമില്ല എന്നറിഞ്ഞപ്പോൾ ഭരതൻ രാമൻ്റെ പ്രതിനിധിയായി, ഭക്തനായി രാജ്യസംരക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഭരതൻ രാജാവായിട്ടില്ല. ഭരതൻ പ്രതിനിധിയായി രാമൻ്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് താൻ അയോധ്യയിൽ പോലും ഇരുന്ന് ഭരിക്കാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി നന്ദിഗ്രാമത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭരണനിർവഹണം ചെയ്തത്. അനന്തരം ദണ്ഡകാരണ്യത്തിലേക്ക് രാമനും മറ്റും പ്രവേശിച്ചതും അവിടെ വിരാധ വധം, അഗസ്ത്യ സമാഗമം, തുടർന്ന് മുനിമാരെ ഹിംസിക്കുന്ന രാക്ഷസന്മാരെ താൻ പരാജയപ്പെടുത്തിക്കൊള്ളാമെന്നുള്ള പ്രതിജ്ഞ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളെ എണ്ണി പറയുന്ന ഭാഗമാണ് ഇത്. രാമായണ പ്രസിദ്ധമായതുകൊണ്ടും ഇത്തരം സന്ദർഭങ്ങളൊക്കെ സാമാന്യേന നമുക്കെല്ലാം അറിവുള്ളതായതുകൊണ്ടും ഇനി അവയ്ക്ക് നൽകേണ്ടുന്ന വ്യാഖ്യാനത്തിന് പിന്നീട് സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടും ഇവിടെ വിസ്തരിക്കുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ, ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. അങ്ങനെ വനവാസത്തിൽ തുടരുന്ന സമയത്ത് ഉണ്ടായ ഓരോ പ്രധാനപ്പെട്ട സംഭവഗതികളെയും എടുത്തു പറയുന്ന കൂട്ടത്തിൽ ശൂർപ്പണഖയുടെ നാസികാച്ഛേദ വൃത്താന്തം ഇപ്പോൾ പറഞ്ഞു. ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടത് അല്പം കൂടി പരാമർശിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അത് അടുത്ത പ്രാവശ്യമാവട്ടെ.